കുടകിൽ ട്രക്കിങ്ങിനിടെ കാണാതായ കോഴിക്കോട് നാദാപുരം സ്വദേശി ശരണ്യയെ ഇതുവരെ കണ്ടെത്താനായില്ല. പോലീസും വനംവകുപ്പും സംയുക്തമായി പരിശോധന തുടരുകയാണ്. ഡോഗ് സ്ക്വാഡും പരിശോധനാ സംഘത്തിലുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലും വിവരങ്ങളൊന്നും ലഭിച്ചില്ല. ചെങ്കുത്തായ വനപ്രദേശമായതിനാൽ തെരച്ചിൽ ദുഷ്കരമാണ്. വന്യജീവികളുടെ വിഹാര കേന്ദ്രമായതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. കർണാടകയിലെ കുടകിൽ ട്രക്കിങ്ങിനിടെ കാണാതായ നാദാപുരം സ്വദേശിനി ശരണ്യയെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കണമെന്ന് ശരണ്യയുടെ പിതാവ് ഗോപി ആവശ്യപ്പെട്ടു. ഏപ്രിൽ 2-നാണ് ശരണ്യ ട്രക്കിംഗ് ആരംഭിച്ചത്. കുടകിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ തടിയണ്ടമോൾ കയറാനാണ് വ്യാഴാഴ്ച ശരണ്യ കുടകിലെത്തിയത്. ശരണ്യയുടെ സഹോദരൻ ശ്യാം കുടകിലെത്തി. KV ബൈജുവും MS അനീഷ് കുമാറും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം അനീഷിലേക്ക്. അനീഷ്, ശരണ്യയെ കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിലും ഫലം കണ്ടില്ല എന്ന് വരുന്നു. ഇപ്പോൾ എന്താണ് സാഹചര്യം? രേണുക, കർണാടകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളിൽ 3-ാം സ്ഥാനത്തുള്ള സ്ഥലമാണ് തടിയൻഡമോൾ. വലിയ തോതിൽ ട്രക്കിംഗ് സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ സാഹസിക വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരിടം കൂടിയാണ്. അവിടെ നിന്ന് നോക്കിയാൽ താഴ്വാരം വരെ കാണാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഇടം കൂടിയാണ്. അത്തരമൊരു ഇടത്തിലാണ് കൊച്ചിയിൽ നിന്നുള്ള IT പ്രൊഫഷണലായ നാദാപുരം സ്വദേശിനിയായ ശരണ്യ ഒറ്റയ്ക്ക് എത്തിയത്. ഏപ്രിൽ 1-ന് ശരണ്യ എത്തുകയും അവിടുത്തെ ഒരു ഹോം സ്റ്റേയിൽ താമസിക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം ഏപ്രിൽ 2-ന് രാവിലെയാണ് ട്രക്കിങ്ങിനായി ഈ തടിയൻഡമോൾ ഭാഗത്തേക്ക് പോകാനെത്തിയത്. ഒറ്റയ്ക്ക് അവിടേക്ക് ആളുകളെ വിടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വനംവകുപ്പ് അധികൃതർ ഇക്കാര്യങ്ങൾ അറിയിച്ചു. സാധാരണഗതിയിൽ ഒരു ടീം എന്ന രീതിയിൽ മാത്രമേ ആളുകളെ കടത്തിവിടാറുള്ളൂ. അങ്ങനെ മറ്റു 9 പേരോടൊപ്പമാണ് ഈ തടിയൻഡമോൾ പീക്കിലേക്ക് ശരണ്യ പോയത്. പക്ഷേ വൈകുന്നേരം ട്രക്കിംഗ് കഴിഞ്ഞ് ബാക്കിയുള്ള 9 പേരടങ്ങുന്ന സംഘം മടങ്ങിയെത്തിയെങ്കിലും ശരണ്യ തിരിച്ചു വരാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് പ്രാദേശികമായ ഹോം സ്റ്റേയിലെ ജീവനക്കാരും അടുത്തുള്ള ആളുകളും ചേർന്ന് ഒരു തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇതിനുശേഷം വൈകുന്നേരത്തോടുകൂടി ശരണ്യയുടെ ഫോൺ സന്ദേശം ലഭിച്ചിരുന്നു. താൻ മറ്റ് സംഘങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് കാട്ടിലെ ഒരു വിജനമായ സ്ഥലത്താണ് താൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു വലിയ തെക്ക് ഫോറസ്റ്റ് എന്ന അത്തരം ഒരിടത്താണ് താൻ നിൽക്കുന്നതെന്ന് അറിയിച്ചിരുന്നു. പിന്നീട് ആ ഫോണിൽ ലൊക്കേഷൻ കിട്ടാത്ത അല്ലെങ്കിൽ നെറ്റ്വർക്ക് കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി. പലവട്ടം ഹോം സ്റ്റേയിൽ നിന്നും വിളിച്ചു നോക്കി, പക്ഷേ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോവുകയും ചെയ്തു. അതൊരു പക്ഷേ മൊബൈലിലെ ചാർജ് തീർന്നായിരിക്കണം ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയത്. ഇതിനുശേഷമാണ് പിന്നീട് ഹോം സ്റ്റേയിലെ അധികൃതർ ഫയർഫോഴ്സിന്, വനംവകുപ്പിനെയും പോലീസിനെയും ഒക്കെ ഈ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തെരച്ചിൽ ആരംഭിച്ചു. പ്രാദേശിക തലത്തിലെ യുവാക്കളടക്കമുള്ള നാട്ടുകാരുടെ ഒരു സംഘവും ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തെരച്ചിൽ നടത്തിയെങ്കിലും ശരണ്യയെക്കുറിച്ച് വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്ന ഒരു മറുപടിയാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന നായകൾ, പോലീസ് നായകളും ഒപ്പം ഡ്രോണും മറ്റുമൊക്കെ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. മൊബൈൽ ട്രാക്കിംഗ് സംവിധാനം കാര്യക്ഷമമാവാത്ത ഒരു സാഹചര്യമാണ്. അതായത് ഫോൺ പൂർണ്ണമായും സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലായതുകൊണ്ട് മൊബൈൽ സിഗ്നൽ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ നടത്തിയ ശ്രമങ്ങൾ പൂർണ്ണമായും അവസാനിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി. എന്തായാലും ഇന്ന് രാവിലെയും വലിയ ഒരു നിര തന്നെ, ഏതാണ്ട് 60ഓളം പേർ വരുന്ന സംഘമാണ് കാട്ടിലേക്ക് ശരണ്യയെ തിരഞ്ഞ് പോയത്. ഈ ഏറ്റവും ഉയരമുള്ള തടിയൻഡമോളിലെ കൊടുമുടിയിൽ നിന്നും താഴ്വാരത്തിലേക്കുള്ള ഭാഗത്ത് രാവിലെ ചില ശബ്ദങ്ങൾ കേട്ടതായൊക്കെ കുടകിൽ പോയിരിക്കുന്ന നാദാപുരത്തു നിന്നുള്ള ചില ആളുകൾ പറയുന്നു. ഇതേ തുടർന്ന് ഒരു വലിയ സംഘം അവിടേക്ക് എത്തി ആ ഭാഗത്ത് തെരച്ചിൽ നടത്തുന്നുണ്ട്. ആ താഴ്വാരത്തിനോട് ചേർന്നാണ് പിന്നീട് ഒരു പുഴ ഒഴുകുന്നത്. അതുകൊണ്ട് ആ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നറിയുന്നു. ഒപ്പം ഈ ഹെലികോപ്റ്ററിന്റെ മറ്റും സേവനവും ഈ തെരച്ചിലിന് വേണ്ടി ഉപയോഗിക്കുന്നു. സാധ്യമായ എല്ലാ മാർഗങ്ങളും തേടുന്നു എന്നതാണ് അനീഷ് നൽകുന്ന വിവരം. അതേസമയം തന്നെ തെരച്ചിൽ ഊർജിതമാക്കണം എന്നൊരു ആവശ്യമാണ് ശരണ്യയുടെ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ശരണ്യയുടെ അച്ഛന്റെ പ്രതികരണം കേട്ടതിന് ശേഷം അനീഷിലേക്ക് തിരിച്ചത്. വ്യാഴാഴ്ച പോയത് കൊടക് ഏതോ വലിയ മല ഏതൊന്നും അറിയില്ല. അപ്പോൾ മല കയറി ഇറങ്ങിയപ്പോൾ ഇവർ കണ്ടില്ല. ഇത് വഴിതെറ്റിയതാണ് അറിഞ്ഞത്, വഴിതെറ്റിപ്പോയി എന്നാണ് അറിഞ്ഞത്. പിന്നെ അവിടെ അന്വേഷണം നടന്നു പോകുന്നത്. നാദാപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അവിടെയും പരാതിയെല്ലാം കുറച്ച് ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല. വിവരം പിന്നീടൊന്നും ലഭിച്ചില്ല എന്നതാണ് ശരണ്യയുടെ അച്ഛൻ പറയുന്നത്. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, സാധ്യമായ രീതിയിൽ തെരച്ചിൽ ഊർജിതപ്പെടുത്തണം എന്നതാണ് കുടുംബത്തിൻ്റെ ആവശ്യം.
ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഫലം കാണാത്തൊരു സാഹചര്യമുണ്ട്. വന്യജീവികളുടെ സാന്നിധ്യം വലിയ തെരച്ചിലിന് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു ഘടകമുണ്ട്. പക്ഷേ ശരണ്യയുടെ സഹോദരൻ ഉൾപ്പെടെ അവിടെ ഉണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്തൊക്കെ മറ്റു മാർഗങ്ങളാണ് തേടുന്നത്? സാധ്യമായ മറ്റ് രീതികൾ എന്തൊക്കെയാണ് ഈ അകപ്പെട്ടു പോയ ശരണ്യയെ കണ്ടെത്താനായി ഉള്ളത്? രേണുക, ആദ്യ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ അത്ര ഊർജിതമായ ഒരു തെരച്ചിൽ നടത്തിയില്ല എന്ന പരാതി ശരണ്യയുടെ സുഹൃത്തുക്കൾക്കടക്കം ഉണ്ട്. പല സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധനകൾ നടത്തിയെന്ന് പറയുമ്പോഴും അതൊന്നും ഫീൽഡിൽ കാണാനില്ല എന്ന ഒരു പരാതി അവർ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴായി വെളിപ്പെടുത്തിയിരിക്കുന്നു. കാരണം ഡ്രോൺ സംവിധാനമുണ്ട്, അല്ലെങ്കിൽ സ്നിഫർ ഡോഗ്സ്, ഈ മണം പിടിച്ച് മനുഷ്യഗന്ധം തിരിച്ചറിഞ്ഞ് ആളുകളെ കണ്ടെത്താൻ സഹായിക്കുന്ന സ്നിഫർ ഡോഗുകളുടെയും മറ്റുമൊക്കെ സഹായം തേടിയെന്ന് പറയുമ്പോഴും അതൊന്നും സമയബന്ധിതമായി തെരച്ചിലിന് എത്തിയിട്ടില്ല. ഇന്ന് രാവിലെ ആണെങ്കിലും വൈകിയാണ് കാര്യങ്ങൾ ഉണർന്നത് എന്ന ഒരു പരാതിയൊക്കെ അവർ പറയുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായി ആളെ കാണാതെ വന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോഴൊക്കെ ഇത്തരം ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഉണർന്നുള്ള ഒരു തെരച്ചിൽ ഉണ്ടായില്ല എന്ന പരാതിയുണ്ട്. പക്ഷേ സർക്കാർ നൽകുന്ന വിശദീകരണം വനംവകുപ്പിൻ്റെയും പോലീസിൻ്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ഒക്കെ സേവനം ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. അതീവ ദുർഘടമായ ഒരു വനമേഖലയാണ്. ഇടതൂർന്ന മരങ്ങൾ സ്ഥിതി ചെയ്യുന്ന വലിയ ഒരു കാടാണ്. ഒപ്പം കാട്ടിനുള്ളിൽ പലപ്പോഴായി മഴ പെയ്യുന്നുണ്ട്. ആ മഴ തെരച്ചിലിന് തിരിച്ചടിയാവുന്നു. ഒപ്പം വന്യജീവികളുടെ വലിയ ശല്യമുള്ള ഒരു ഏരിയയാണ് ഈ തടിയൻ്റെ മോൾ വനമേഖല തന്നെ. അല്ലെങ്കിൽ ആ തടിയൻ്റെ മോൾ കൊടുമുടിയിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ ഏറ്റവും വെല്ലുവിളിയാവുന്ന ഒരു ഘടകം ഈ കാട്ടുമൃഗങ്ങളുടെ ഭീഷണിയാണ്. ആനയും മറ്റു മൃഗങ്ങളുമൊക്കെ പലപ്പോഴായി ഇറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഒറ്റതിരിഞ്ഞൊക്കെ ഉള്ള ആളുകളെ അല്ലെങ്കിൽ ചെറിയ സംഘങ്ങളെ ട്രക്കിങ്ങിന് പോലും വനംവകുപ്പ് അനുവദിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. എന്തായാലും തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. വിവരങ്ങളാണ് എം എസ് സനീഷ് കുമാർ നൽകിയത്.